ഹായ് മക്കൾസ്, ഓണം പരീക്ഷയ്ക്ക് ഫിസിക്സ് എന്ന് ആകെ 3 പാഠങ്ങളാണുള്ളത്. 2 പാഠവും മൂന്നാമത്തെ പാഠത്തിന്റെ കുറച്ച് ഭാഗവും. ഈ പാഠഭാഗങ്ങളിലുള്ള ഇക്വേഷൻസും യൂണിറ്റും നമ്മൾ ഇന്ന് അങ്ങോട്ട് സെറ്റ് ആക്കാൻ പോവാണേ. എൻ്റെ കൂടെ പഠിക്കുന്നു, ഇപ്പോഴേ നമ്മൾ സെറ്റ് ആക്കുന്നു. നമുക്ക് ആദ്യം 1, 2, 3 പാഠത്തിൽ ഇക്വേഷൻ നോക്കാം. ഏതാണ് ഒന്നാമത്തെ പാഠം? ഒന്നാമത്തെ പാഠമാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ അപവർത്തനം. ഇവിടെ ആകെ നമുക്ക് പഠിക്കാനുള്ളത് ഒരേ ഒരു ഇക്വേഷനാണ്, n=c/v. n=c/v. അയ്യോ മാഷെ, എന്ന് പറഞ്ഞാൽ എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപവർത്തനാങ്കം. സി എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ ശൂന്യതയിലൂടെയുള്ള വേഗത, സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ വേക്വം. വി എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ ഏത് മാധ്യമമാണോ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നത് ആ മാധ്യമത്തിലൂടെയുള്ള, ആ മീഡിയത്തിലൂടെയുള്ള ലൈറ്റിന്റെ വേഗത അല്ലെങ്കിൽ സ്പീഡ്. വല്ല ബുദ്ധിമുട്ടുണ്ടോ? സോ ഇക്വേഷൻ എന്താ? n=c/v. ശരിക്കും ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എങ്ങനെ പഠിക്കേണ്ടത്? ഒരു ട്രയാങ്കിൾ നിങ്ങൾ അങ്ങോട്ട് വരയ്ക്കുക. ഒരു ട്രയാങ്കിൾ, എന്നിട്ട് ഈ ട്രയാങ്കിൾ വരച്ചിട്ട് ഇങ്ങനെ n=c/v ഇങ്ങനെ അങ്ങോട്ട് പഠിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ? ചിലപ്പോൾ എക്സാമിൽ എന്നെ ആവില്ല ചോദിക്കുക, ചിലപ്പോൾ കൊണ്ട് വി കാണാനുള്ള ഇക്വേഷൻ ചോദിക്കും. അപ്പോൾ വി അങ്ങോട്ട് പൊത്തി പിടിക്കുക. v=c/n, n=c/v, v=c/n. അപ്പോൾ സി കാണാനുള്ള ഇക്വേഷൻ എന്താ? c=n×v. നേരെ അങ്ങോട്ട് ഗുണിക്കുക. സോ ഇവനെ പൊത്തി പിടിച്ചാൽ ബൈ, ഇവനെ പൊത്തി പിടിച്ചാൽ ബൈ, ഇവനെ പൊത്തി പിടിച്ചാൽ ഗുണിക്കണം. വല്ല ബുദ്ധിമുട്ടുണ്ടോ? സോ ഒന്നാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ള ഇക്വേഷൻ എന്താ? n=c/v, v=c/n, c=n×v. റെഡി അല്ലേ? സോ എൻ്റെ കൂടെ പഠിച്ച ആൾക്കാർ വീഡിയോ ഇപ്പോഴേ ലൈക്ക് അടിക്കുന്നു, സെറ്റ് ആക്കുന്നു. നമ്മൾ രണ്ടാമത്തെ പാഠത്തിലേക്ക് കിടക്കാം. ഏതാ മക്കളെ നമ്മൾ രണ്ടാമത്തെ പാഠം? സാറേ രണ്ടാമത്തെ പാഠം നമ്മൾ മോഷന്റെ അല്ലേ, ഇക്വേഷൻസ് ഓഫ് മോഷൻ, ചലന നിയമങ്ങളുടെ പാഠല്ലേ? സിമ്പിൾ ചാപ്റ്ററാ. ഈ പാഠത്തിൽ കുറച്ച് ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിക്കാനുണ്ട്. എളുപ്പാടാ. ഒന്നാമത്തെ ഇക്വേഷൻ v=u+at. നിർബന്ധമാണ്. v=u+at. എന്താ പക്ഷേ വി എന്ന് പറഞ്ഞാൽ? യുവും വിയും ആദ്യം തിരിച്ചറിയണം. ഒരാളുടെ ആദ്യത്തെ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യത്തെ പ്രവേഗത്തിനാണ് നമ്മൾ യു എന്ന് പറയാം. രണ്ടാമത് അയാളുടെ വെലോസിറ്റിയാണ് വി, ഫൈനൽ വെലോസിറ്റിയാണ് വി. സോ യു എന്ന് പറഞ്ഞാൽ ആദ്യ പ്രവേഗം, വി എന്ന് പറഞ്ഞാൽ ഫൈനൽ പ്രവേഗം, ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി. v=u+at. എ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ, ത്വരണം. ടി എന്ന് പറഞ്ഞാൽ സമയം. സോ v=u+at. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? s=ut+12at². കാണാതെ പഠിച്ചോ. s=ut+12at², ut+12at², ut+12at². സിമ്പിളാ. എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്, സ്ഥാനാന്തരം. എത്ര ദൂരം പോയി, ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ കുഴപ്പമില്ല. സോ എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം. യു എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു, ഇനീഷ്യൽ വെലോസിറ്റി, ആദ്യ പ്രവേഗം. ടി എന്ന് പറഞ്ഞാൽ സമയം, ഹാഫ് എന്ന് പറഞ്ഞാൽ പകുതിയാക്കുക. എ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ അഥവാ ത്വരണം, ടി എന്ന് പറഞ്ഞാൽ സമയം. സോ രണ്ടെണ്ണം പഠിച്ചേ. v=u+at, s=ut+12at². എൻ്റെ കൂടെ പഠിച്ചോ. മൂന്നാമത്തെ ഇക്വേഷൻ v²u²+2as. വിയും യുവും 2ഉം എയും എസ് ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചല്ലേ. സോ 3 ഇക്വേഷൻ സെറ്റായി. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ് ത്വരണം, ആക്സലറേഷൻ കാണാനുള്ള ഇക്വേഷൻ. a=v−u/t. നിർബന്ധമാണ്, വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ്. a=v−u/t. ത്വരണം അഥവാ ആക്സലറേഷൻ. യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി, ആദ്യ പ്രവേഗം. വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, അന്ത്യപ്രവേഗം. ടി എന്ന് പറഞ്ഞാൽ സമയം. എൻ്റെ കൂടെ പഠിക്കുക. പിന്നെ ഈ പാഠത്തിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഇക്വേഷൻ ഉണ്ടോ മാഷേ? ഓ ഉണ്ടല്ലോ. മറ്റൊരു പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ് speed=distance/time. ഇമ്പോർട്ടൻ്റാ. speed=distance/time. ദാ അതേമാതിരി ചോദിക്കും velocity=displacement/time. മലയാളത്തിൽ പറയുകയാണെങ്കിൽ വേഗത ദൂരം/സമയം, പ്രവേഗം സ്ഥാനാന്തരം സമയം. ഇത് പഠിക്കാൻ സിമ്പിളാടാ. ഒരു ട്രയാങ്കിൾ ഉണ്ട്, നേരത്തെ പറഞ്ഞ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിൾ പഠിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. വേണമെങ്കിൽ 2 ട്രയാങ്കിൾ വരച്ചോ. 2 ട്രയാങ്കിൾ വരച്ചോ. ഒന്നെങ്കിൽ ദാനിഷ് TV എന്ന് ആലോചിക്കുക, DTV, ദാനിഷ് ടെലിവിഷൻ. അല്ലെങ്കിൽ DTS എന്ന് ആലോചിക്കുക, DTS, സുധല DTS, സിമ്പിൾ, ഹമ്പിൾ, നിസ്സാരം. നമ്മളിപ്പം BTS എന്നൊക്കെ പറഞ്ഞ മാതിരി DTS എന്ന് ആലോചിക്കുക. ഒന്നും കൂടെ നോക്കടാ. സ്പീഡ് ആണെന്നുണ്ടെങ്കിൽ സ്പീഡ് പൊത്തിപ്പിടിക്കുക. നേരത്തെ നമ്മൾ ചെയ്ത അതേ പരിപാടി. speed=distance/time. വേഗത ദൂരം/സമയം. ഇനി എൻ്റെ മക്കൾ പറ, സമയം എങ്ങനെ കാണുക? എൻ്റെ കൂടെ പഠിച്ചോ. ടൈം distance/speed, ദൂരം/വേഗത. ഇനി ദൂരം കാണാനുള്ള ഇക്വേഷൻ എടാ, d=time × speed, സമയം ഗുണിക്കണം വേഗത. വല്ല ബുദ്ധിമുട്ടുണ്ടോ?
സ്പീഡ്, സിമ്പിൾ. ഇനി നമ്മൾ പറയാം വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ DTV, ഡാനിഷ് ടെലിവിഷൻ. ഇങ്ങനെ ആലോചിച്ചോ, DTV. സർ, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ടൈം ഇൻറ്റു വെലോസിറ്റി. മലയാളത്തിൽ പറയുകയാണെങ്കിലോ, പ്രവേഗം എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരം ബൈ സമയം, സമയം എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരം ബൈ പ്രവേഗം, ദൂരം എന്ന് പറഞ്ഞാൽ സമയം ഇൻറ്റു പ്രവേഗം. ഹാപ്പി അല്ലേ? സിമ്പിൾ അല്ലേ? സോ ഈ ഇക്വേഷൻ നന്നായിട്ട് നോക്കുക. സിമ്പിളാടാ, വളരെ വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ പാഠത്തിലേക്ക് കിടക്കാം. ഏതാ നമ്മളെ മൂന്നാമത്തെ പാഠം? മൂന്നാമത്തെ പാഠം നമ്മളെ ഓ മൈ ഗോഡ്, ലോസ് ഓഫ് മോഷൻ അല്ലേ, ചലനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബലവുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. ഒരു വസ്തു ഉണ്ടെന്ന് ഇരിക്കുക, ആ വസ്തുവിൻ്റെ മേലെ 2-3 ബലങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെന്ന് ഇരിക്കുക. ഒരാൾ ഇങ്ങോട്ട് വലിക്കുന്നു, ഒരാൾ അങ്ങോട്ട് വലിക്കുന്നു, രണ്ടാളും ഒരേ സൈഡിലേക്ക് തള്ളുന്നു. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് എങ്ങനെയാണ് കണ്ടെത്തുക? പരിണത ബലം എങ്ങനെയാണ് കണ്ടെത്തുക? സിമ്പിളാടാ. രണ്ടും ഒരേ ഡയറക്ഷനിലാണ് തള്ളണമെന്നുണ്ടെങ്കിൽ, രണ്ടും ഒരേ ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, F1 + F2 രണ്ടും കൂടി അങ്ങോട്ട് കൂട്ടിയാൽ മതി. രണ്ടും ഒരേ ദിശയിലാണെന്നുണ്ടെങ്കിൽ രണ്ടും കൂടി കൂട്ടിയാൽ മതി. ഇനി രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിലോ ഒന്നിൽ നിന്ന് മറ്റൊന്ന് കുറച്ചാൽ മതി, F1 - F2. ഓക്കെ അല്ലേ? സോ ഒരിക്കൽ കൂടി പറയുന്നു, എങ്ങനെയാണ് റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടെത്തുക? ഒരാളുടെ മേലെ അനുഭവപ്പെടുന്ന പരിണത ബലം എങ്ങനെയാണ് കണ്ടെത്തുക? രണ്ടും ഒരേ ഭാഗത്തേക്കാണ് തള്ളുന്നതെന്നുണ്ടെങ്കിൽ 2 ബലം കൂടി കൂട്ടുക. ഒന്നാമത്തെ ആൾ 10 തള്ളി, രണ്ടാമത്തെ ആൾ 20 തള്ളി. സോ ടോട്ടൽ ബലം എത്രയാണ്? 10 + 20 30. എന്നാൽ ഒരാൾ 10 അങ്ങോട്ട്, ഒരാൾ 10 ഇങ്ങോട്ട്. അപ്പം എന്താ സംഭവിക്കുക? ഒന്നിൽ നിന്ന് മറ്റൊന്ന് കുറയ്ക്കുക. 20 10 കുറച്ചാൽ എത്രയാടാ? 10. സിമ്പിൾ. സോ ഇത്രേ ഉള്ളൂ നമ്മളെ 3 ഇക്വേഷൻസ്. ഇനി ഈ പാഠത്തിൽ അല്ലെങ്കിൽ ഓണപരീക്ഷയ്ക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട യൂണിറ്റുകൾ ഏതാ നോക്കാം. ഏതൊക്കെയാണ് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട യൂണിറ്റുകൾ? ഒന്നാമത് നമുക്ക് ഡിസ്റ്റൻസ് നോക്കണം, ദൂരം. ദൂരത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഇനി അടുത്തത് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം. ദൂരമായിക്കോട്ടെ ഡിസ്പ്ലേസ്മെന്റ് ആയിക്കോട്ടെ, രണ്ടാളുടെയും യൂണിറ്റ് എന്താടാ? മീറ്റർ. വാവ്, ഇതിപ്പോൾ എളുപ്പമായല്ലോ. ഇനി മൂന്നാമത്തത് സ്പീഡ്, വേഗത. ശരിക്കും സ്പീഡ് ആണെങ്കിലും വെലോസിറ്റി ആണെങ്കിലും വേഗമാണെങ്കിലും പ്രവേഗമാണെങ്കിലും രണ്ടാളുടെയും യൂണിറ്റ് ആണ് മീറ്റർ/സെക്കൻഡ്. മീറ്റർ/സെക്കൻഡ്. സോ ഗൈസ്, ആ ഭാഗം സെറ്റായി. ഇനി അടുത്തൊരാളാണ് ആക്സലറേഷൻ, ത്വരണം. ത്വരണത്തിന്റെ യൂണിറ്റ് ആണ് മീറ്റർ/സെക്കൻഡ്². മീറ്റർ/സെക്കൻഡ്². ഇനി അടുത്തൊരാളാണ് ബലം, നമ്മുടെ 3rd ചാപ്റ്റർ, ബലം, ഫോഴ്സ്. ബലത്തിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ആൻഡ് അവസാനത്തെ പോയിന്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപവർത്തനാങ്കം. അപവർത്തനാങ്കത്തിന് ഫിസിക്സിൽ എന്തില്ലടാ? യൂണിറ്റ് ഇല്ല. സോ എൻ്റെ കൂടെ തന്നെ പഠിച്ചേ, ദൂരത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് എന്താടാ? മീറ്റർ ആണ്. സ്പീഡ് ആണെങ്കിലും വെലോസിറ്റി ആണെങ്കിലും വേഗമാണെങ്കിലും പ്രവേഗമാണെങ്കിലും യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് ആണ്. ആക്സലറേഷൻ ആണെങ്കിൽ മീറ്റർ/സെക്കൻഡ്² ആണ്. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് എന്തില്ല? യൂണിറ്റ് ഇല്ല. ഇതിൻ്റെ ഒക്കെ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ എജുപോഡിൻ്റെ ഓണം എക്സാം കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ജോയിൻ ചെയ്യുക, നിങ്ങൾക്ക് സെറ്റ് ആയിരിക്കും, നോട്ട് അവിടെ നിന്ന് കിട്ടും. നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ഉടനടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്ത് എല്ലാ കണ്ടന്റും, ഓണം എക്സാമിന് ശേഷമുള്ള ഫുൾ കണ്ടന്റും നേരത്തെ പഠിച്ചു തുടങ്ങാൻ എത്രയും പെട്ടെന്ന് താഴെ കമന്റ് ബോക്സിലുള്ള ഏർലി ബേർഡ് ഓഫറിന്റെ ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സെറ്റ് അല്ലേ? റെഡി അല്ലേ? സോ നമ്മൾ പൊളിച്ചടക്കും മക്കളെ, നമ്മൾ ഓണം എക്സാം നമ്മൾ തകർക്കും. സോ എല്ലാ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ്. രാത്രിയുള്ള എക്സാമിന്റെ തലേന്ന് രാത്രിയുള്ള നമ്മുടെ മെഗാ മാരത്തോൺ ലൈവ് ഒരു കാരണവശാലും മിസ്സാക്കരുത്. നമ്മൾ പറഞ്ഞതേ വരൂ. നിങ്ങൾ ആ ലൈവ് കണ്ട് പഠിക്കുകയാണെങ്കിൽ A+ ഉറപ്പാ. സോ ഗൈസ്, സീ യു ദെയർ. ബൈ.